സെക്രട്ടേറിയറ്റിലെ മാധ്യമ വിലക്കിൽ പ്രതികരിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുപാട് ആളുകൾ കയറി ഇപ്പോൾ വലിയ ബഹളമാണെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ആളുകൾ കൂടുതൽ വന്ന് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് പലപ്പോഴും ഉള്ളതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്നാൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. പോലീസിന്റെ ഹെലികോപ്റ്റർ സേവനം തുടരണമെന്ന് അഭിപ്രായമില്ലെന്നും തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിലും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. വ്യാപകമായി മയക്കുമരുന്ന് വേട്ട നടത്തുന്നു. ജനങ്ങൾക്ക് സംതൃപ്തിയുണ്ട്. ലഹരിയുടെ ഉറവിടം കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. ജനങ്ങൾ സഹകരിക്കണം. ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരം അറിഞ്ഞാൽ ആർക്കും അറിയിക്കാം. ഏത് രംഗത്തെ ആളുകൾ ഉണ്ടെങ്കിലും അറിയിക്കാം. മുഖം നോക്കാതെ നടപടിയെടുക്കും, രമേശ് ചെന്നിത്തല പറഞ്ഞു. ജയിലുകളുടെ പ്രവർത്തന വിലയിരുത്തൽ നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ജയിലുകൾ സംബന്ധിച്ച് വിശദമായ ചർച്ച നടന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമഗ്രമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരും. ഹൈ സെക്യൂരിറ്റി ജയിലുകൾ വേണം. ഒരു സെൻട്രൽ ജയിൽ കൂടി വേണമെന്നും തടവുകാരുടെ എണ്ണം വർദ്ധിച്ചെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ജയിലിലെ ഉദ്യോഗസ്ഥരെ എണ്ണം വർദ്ധിപ്പിക്കണം. നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജയിൽ മാനുവൽ, റൂൾ പരിഷ്കരണം എന്നിവ നടത്താനും തീരുമാനിച്ചു. ന്യായമായ പരോളുകൾ തടയില്ല. അന്യായമായ പരോളുകൾ അനുവദിക്കില്ല. ജയിൽ ചട്ടം അന്വേഷിക്കുന്നതിന് നിയോഗിച്ച കമ്മീഷന് കാലാവധി നീട്ടി നൽകിയിട്ടുണ്ട്. 3 മാസത്തേക്കാണ് നീട്ടിയത്. ചേട്ടാ, വീടിന് പുറത്തെ ലൈറ്റ് ഒന്ന് ഓണാക്കുവോ? ഫുള്ളിരുട്ടാ. ദാ ഇപ്പം ഇടാം. വയ്യ, സ്ഥിരം ഈ രാത്രി പുറത്തു പോവാൻ. ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്. വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട. പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. Solar Lights. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.